ഒരു കേടായ ഓട്ടോമാറ്റിക് വാട്ടർ പൈപ്പ് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. ഈ കാണുന്ന കറുത്ത ഭാഗം പ്രോക്സിമിറ്റി സെൻസറുള്ള ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും അതിൻ്റെ വാൽവും കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ ഒരു സംവിധാനം നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഈ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് ഏതൊരു പൈപ്പും, അത് ഈവൻ പ്ലാസ്റ്റിക് പൈപ്പ് പോലും നമുക്ക് ഓട്ടോമാറ്റിക് ആക്കി മാറ്റാൻ സാധിക്കും. നമുക്കിതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് ഒരു സോളിനോയിഡ് വാൽവാണ്. സോളിനോയിഡ് വാൽവ് പല രൂപത്തിൽ വരുന്നുണ്ട്. അത് ഡി സിയിൽ വരുന്നുണ്ട്, എ സിയിലും വരുന്നുണ്ട്. ഡി സി തന്നെ 12 വോൾട്ട് 24 വോൾട്ട് അങ്ങനെ വോൾട്ടേജ് മാറ്റിയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകത, ഇതിനൊരു കോയിലുണ്ടാകും. ആ കോയിലിലേക്ക് നമ്മൾ വൈദ്യുതി കൊടുക്കുമ്പോൾ അത് അട്രാക്റ്റായി അതിനോട് കൂടെ ബന്ധിപ്പിച്ചിട്ടുള്ള വാൽവ് ഓണും ഓഫും ആകുന്നു. ഇത്രയാണ് ഇതിലുള്ളത്. അപ്പോൾ ചിലതിൽ നമുക്ക് 230 വോൾട്ട് നേരിട്ട് കൊടുക്കാം. അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് വാങ്ങാൻ കിട്ടുക, നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ഉള്ളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് റിപ്പയർ ചെയ്യുന്ന കടയിൽ പോയാൽ ഈ സാധനം വാങ്ങാൻ കിട്ടും. അതിൻ്റെ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറിഫൈസ് കുറച്ച് കൂടുതലുള്ളത് വാങ്ങണം. ഒറിഫൈസ് കുറവുള്ളത് വാങ്ങുമ്പോൾ വാട്ടർ ഫ്ലോ കുറച്ച് കുറവായിരിക്കും, പൈപ്പിൽ ആവശ്യത്തിന് വെള്ളം കിട്ടില്ല. അപ്പോൾ കുറച്ച് വലുപ്പമുള്ള ഒറിഫൈസ് ഉള്ള ടൈപ്പാണ് വാങ്ങേണ്ടത്. പിന്നെ വലിയ വാൽവുകൾ നോർമലി ഓപ്പൺ ഉള്ളതും നോർമലി ക്ലോസ് ഉള്ളതും കിട്ടുന്നുണ്ട്. നമുക്കെപ്പോഴും നോർമലി ക്ലോസ് ഉള്ളതാണ് ആവശ്യം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള കമ്പോണൻസ് നോക്കാം. ഒരു ഇൻഫ്രാറെഡ് LED, ഒരു ഫോട്ടോ ഡയോഡ്, 358 LM IC, 100 ohms രജിസ്റ്റർ, 10K വേണം, 1K രജിസ്റ്റർ, പിന്നെ ഒരു 548 BC 548 ട്രാൻസിസ്റ്റർ, ഒരു 12 വോൾട്ട് റിലേ, ഒരു ഡയോഡ്, പിന്നെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് LED, പിന്നെ സോളിനോയിഡ് വാൽവ്. ഇത്രയും സംഗതിയാണ് നമുക്ക് ആവശ്യം. സിമ്പിൾ സർക്യൂട്ടാണ്, കുറഞ്ഞ കമ്പോണൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിനാവശ്യമായ സർക്യൂട്ട് ഇതാണ്. ഇതിൽ നമുക്ക് 3 മുതൽ 12 വോൾട്ട് വരെ സപ്ലൈ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10K പൊട്ടൻഷ്യോമീറ്റർ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഇൻഫ്രാറെഡ് LED ആണ്, അത് സ്വീകരിക്കാനുള്ള ഒരു ഫോട്ടോ ഡയോഡ്, പിന്നെ ഒരു LM 358 ഒരു IC. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 1K റെസിസ്റ്ററിലൂടെ BC 148ലേക്ക്. അത് കഴിഞ്ഞൊരു റിലേ. ആ റിലേ കഴിഞ്ഞിട്ട് ആ റിലേക്ക് ഒന്ന് കൂടെ നമ്മൾ കൊടുക്കുന്നത് ഒരു സോളിനോയിഡ് വാൽവിലേക്കാണ്. ഈ സോളിനോയിഡ് വാൽവ് നമുക്ക് AC കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ DC സോളിനോയിഡ് വാൽവ് ആണെങ്കിൽ അവിടെ DC കൊടുക്കാം, സെയിം പവർ സപ്ലൈ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് AC കൊടുക്കാം. അപ്പോൾ ഈ സർക്യൂട്ട് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നേരത്തെ കണ്ട സർക്യൂട്ട് പ്രകാരം അസംബിൾ ചെയ്തതാണ് ഈ കാണുന്നത്. സോളിനോയിഡ് വാൽവ് ACയിലാണ് വർക്ക് ചെയ്യുന്നത്. സർക്യൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3.7ൻ്റെ 2 റീചാർജബിൾ സെല്ല് ഞാനിതിനോട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ കൊടുത്ത സെല്ലുകൾക്ക് പകരം, അതായത് ബാറ്ററികൾക്ക് പകരം, ഒരു ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ SMPSൻ്റെ ബോർഡ്, നമ്മൾ ചാർജറിനൊക്കെ ഉപയോഗിക്കുന്ന ബോർഡോ ഇതിൽ വെക്കാവുന്നതാണ്. അത് ചാർജറായിട്ട് പിൻ ചെയ്തെന്ന് കൊടുക്കുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓൺ ഓഫിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടൻഷ്യോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു LED വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു LEDയും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് കൊടുത്തിട്ടുള്ളത് പുറത്തേക്ക് കാണുന്നത്. പിന്നെ വാട്ടർ ഇൻലെറ്റിനും വാട്ടർ ഔട്ട്ലെറ്റിനുള്ള ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രാറെഡ് LEDയും ഫോട്ടോ ഡയോഡും കുറച്ച് നീളമുള്ള വയറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൈപ്പിൻ്റെ ചോട്ടാണ് വെക്കേണ്ടത്. അതിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെ കൈ കാണിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളം വരാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ടുള്ളത്. പൊട്ടൻഷ്യോമീറ്റർ ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് കാണിച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഏറ്റവും കുറവിലായതുകൊണ്ട് നമുക്കത് വർക്ക് ചെയ്യുന്നതായി കാണില്ല. ഇനി അത് കൂട്ടി വെച്ചിട്ട് നമ്മൾ ആവശ്യമായ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ആ LED വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇതിലിപ്പോൾ സോളിനോയിഡ് വാൽവ് നമ്മൾ AC കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇത് നമുക്ക് ഏതൊരു നോർമൽ പൈപ്പിന് വേണമെങ്കിൽ വരെ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അത് ഓട്ടോമാറ്റിക് ആക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഡാമേജ് ആയിട്ടുള്ള ഒരു പൈപ്പാണുള്ളത്. ഈ പൈപ്പിൽ സിഗ്നൽ കൊടുക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഒരു റെഡ് ഗ്ലാസ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക്
ഈ വാഷ് ബേസിൻ്റെ ചോട്ടിലൂടെ ഈ ഇൻഫ്രാറെഡ് LED-യും ഫോട്ടോ ഡയോഡും അടങ്ങിയിട്ടുള്ള ചെറിയ ബോർഡ് അതിൽ ഉറപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം മറ്റ് കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധാരണ നോർമൽ ഒരു ഓട്ടോമാറ്റിക് വാട്ടർ പൈപ്പായി മാറും. സാധാരണ പൈപ്പുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻഫ്രാറെഡ് LED, ഫോട്ടോ ഡയോഡ് അടങ്ങിയ ബോർഡ് അധികം കാണാത്ത രൂപത്തിൽ കുറച്ച് വിട്ടൊന്തം വെച്ചിട്ട് ഡിസ്റ്റൻസ് കൂട്ടി വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടർ ഇൻലെറ്റിലേക്ക് നമുക്ക് കൊടുക്കാം. വാട്ടർ ഔട്ട്ലെറ്റും ഇതിനോട് കൊടുത്ത് നോക്കാം. പൈപ്പിൻ്റെ കണക്ഷൻസൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം AC 230 വോൾട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വെള്ളം ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ കണക്ഷൻസും പൈപ്പ് ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കുറവാണ്, വേണമെങ്കിൽ കുറച്ച് കൂട്ടി വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഓൺ ഓഫ് സോളിനോയിഡ് വാൽവാണ്. അത് വെറും ഓൺ ആക്കാനും ഓഫ് ആക്കാനും മാത്രമുള്ള സോളിനോയിഡ് വാൽവ്. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സോളിനോയിഡ് വാൽവും ലഭ്യമാണ്. അതുകൊണ്ട് ഈ ഫ്യൂവൽ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ വാട്ടർ നമ്മളിപ്പോൾ ഒരു ഫൗണ്ടൈൻ നൃത്തം ചെയ്യിക്കുന്ന ഫൗണ്ടൈൻ ഉണ്ടാക്കണമെങ്കിൽ ഇതിനൊക്കെ ഈ കൺട്രോൾ ചെയ്യാവുന്ന സോളിനോയിഡ് വാൽവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിലൊരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്.